പ്രഭാത പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ. സ്തോത്രം. ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് വാക്കുകൾ കുറവുണ്ടെങ്കിൽ നമ്മൾ സങ്കീർത്തനം നോക്കിയാൽ മതി. സ്തോത്രം. ഒരു ഭക്തൻ തൻ്റെ മുട്ടിന്മേൽ നിന്ന് തൻ്റെ അവസരങ്ങൾ, തൻ്റെ പ്രലോഭനങ്ങൾ, തൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനകൾ അതിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പെരുവെള്ളങ്ങൾ എൻ്റെ നേരെ കവിഞ്ഞു വരുമ്പോൾ അതെൻ്റെ അടുക്കലോളം എത്തുകയില്ല. യഹോവേ, നീ അടിയന് മറവിടമാകുന്നു. സ്തോത്രം. കഷ്ടങ്ങളിൽ നീ ഏറ്റവും അടുത്ത സഹായം. സ്തോത്രം. സങ്കടം വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കാം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി ദൂരത്ത് വിശ്രമിക്കുമായിരുന്നു. സ്തോത്രം. പ്രവചനവാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് മഷിയോടനുബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ സങ്കീർത്തനത്തിൽ അനേക പ്രാർത്ഥനകൾ നമ്മൾ കാണുകയാണ്. ഈ സങ്കീർത്തനവും അതുപോലെ തന്നെയാണ്. സ്തോത്രം. അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, സ്തോത്രം, ശിമെയി എന്ന് പറയുന്ന ഭൃത്യൻ തന്നെ വന്ന് ശപിക്കുമ്പോൾ, സ്തോത്രം, സാഹചര്യങ്ങളെല്ലാം തനിക്ക് പ്രതികൂലമായപ്പോൾ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഓ ലോർഡ്, ഹൗ മൈ അഡ്വേഴ്സറീസ് ഹാവ് ഇൻക്രീസ്ഡ്. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. സ്തോത്രം. എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. സ്തോത്രം. ചില സമയങ്ങളിൽ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു പോയിട്ടുണ്ടാവും, ഇത് ഒന്നിന് പുറകെ ഒന്നൊന്നായാണല്ലോ വരുന്നത്. സ്തോത്രം. ചിലപ്പോൾ ഒരു ഹല്ലേലൂയ ഒരു ബഞ്ച് ഓഫ് ആരോസ്, ഒരു കൂട്ടം ഹല്ലേലൂയ അസ്ത്രങ്ങൾ എൻ്റെ മേൽ കടന്നു വരുന്നത് പോലെ എൻ്റെ ദേഹത്തേക്ക് ഇത് കടന്നു വരുന്നല്ലോ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ അത് തന്നെയാണ് ചില ഭക്തന്മാരുടെ അവസ്ഥയും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ ഇതാ ദാവീദിൻ്റെ അവസ്ഥ. ഈ യോബിനെ കണ്ടാൽ നമുക്കറിയാം, തൻ്റെ മക്കളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. മാനസികമായി താൻ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം. തൻ്റെ ശരീരത്തിലാണെങ്കിൽ രോഗത്താൽ ബാധിക്കപ്പെട്ടു. ദേഹത്തിലും താൻ എന്ത് ചെയ്യുകയാണ്? കഷ്ടമനുഭവിക്കുകയാണ്. സ്തോത്രം. തൻ്റെ കൂട്ടുകാരും തൻ്റെ സഹോദരിയും തൻ്റെ ഭാര്യയും തന്നോട് കടന്നു വന്ന് പറയുകയാണ്, ഇനിയെങ്കിലും ഈ വിശ്വാസം ത്യജിച്ച് എന്ത് ചെയ്തുകൂടെ? മരിച്ചുകൂടെ? തൻ്റെ ആത്മാവിനെ തന്നെ വിടുവാൻ അവരെല്ലാം അവൻ എന്ത് ചെയ്യുകയാണ്? പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ നമുക്ക് ഇത് തന്നെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ അന്ത്യ ആഴ്ചയിൽ, സ്തോത്രം, താൻ പെസഹ കഴിഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, താൻ കടന്നു പോവുകയാണ് ശിഷ്യന്മാരുമായി. പെസഹയിൽ ഒരു ശിഷ്യൻ തനിക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. താൻ സ്നേഹിക്കുകയെ ചെയ്ത, ഹല്ലേലൂയ, തന്നോടൊപ്പം നിർത്തുവാൻ ശ്രമിച്ച യൂദ തന്നെ വിട്ടു പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ആ ഗെത്സമന തോട്ടത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നോടൊപ്പം ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. അവിടം വിട്ട് 3 പേരെ മാറ്റി നിർത്തി അവരോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് വളരെയധികം പ്രാണവ്യതയിലായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരാരും തന്നെ സഹായിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, വലിയൊരു വിഷമാവസ്ഥകൾ കൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ വൈരികൾ അനേകമായി, ഹല്ലേലൂയ, വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അവനെ കൈവിട്ടു എന്ന് വിചാരിക്കരുത്. തന്നൊരു ദൂതനെ അവൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. സ്തോത്രം. തന്നെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ ഇതാ ദാവീദിൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. സ്തോത്രം. എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. സ്തോത്രം. ആരാണ് പറയുന്നത്? മറ്റുള്ളവരാണ് പറയുന്നത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിലുള്ള ആരും, സ്തോത്രം, നമ്മളോടിങ്ങനൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? തൻ്റെ ഭക്തനായ ദാവീദ് തന്നെത്താൻ ശക്തിപ്പെടുത്തുന്നൊരു വാക്യമാണ് അടുത്തത് പറയുന്നത്. ഓ ലോർഡ്, യു ആർ എ ഷീൽഡ് ഫോർ മീ. ദൈവമേ, നീ എനിക്കൊരു പരിച. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 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 മനുഷ്യർക്ക് നമ്മളെ ഉയർത്തുവാൻ കഴിയുകയില്ല. മറ്റുള്ളവർ നമ്മളെ താഴ്ത്തുവാനാണ് ശ്രമിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുവാനാണ് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? യഹോവേ, നീ എൻ്റെ പരിചയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. എൻ്റെ
എൻ്റെ മഹത്വമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ഉണർത്തിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യർക്ക് അത് മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴി അടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം ഒരു വഴി അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, അത് തുറക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം നമ്മുടെ ശത്രുവിനെ അടച്ചു കഴിഞ്ഞാൽ ഒരു ശത്രുവിനെ നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ഒരു വിശ്വാസം നമ്മൾ വർദ്ധിക്കുവാൻ ഇടയായി തീരണം. ഈ പ്രാർത്ഥനകൾ തൻ്റെ ഭക്തൻ വായിക്കുമ്പോൾ നമ്മളത് ഹൃദ്യസ്ഥമാക്കുകയും നമ്മളത് വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം, ഉരവിടുകയും നമ്മൾ അത് തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, നമ്മുടെ മുമ്പിൽ നമുക്ക് രക്ഷയില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, നമ്മുടെ മുമ്പിൽ ഇനി ഇതിനൊരു മറുപടി ഇല്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, അത് മാറിപ്പോയി. ഹല്ലേലൂയ, ദൈവം എൻ്റെ തല ഉയർത്തി, ദൈവം എന്നെ മാനിച്ചു എന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം നമ്മെ മാനിക്കുന്ന ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മൾ സംശയിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. സംശയിക്കുന്നവൻ കാറ്റിനാൽ ഒലയുന്നത് പോലെയാണ്. എന്നാൽ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമുക്ക് ഉറപ്പുള്ള പാറയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇതാ അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. അതിനുള്ള ഉത്തരം അവസാന വാക്യത്തിൽ ദാവീദ് തന്നെ കൊടുക്കുകയാണ്. എന്നാണ് കൊടുക്കുന്നത്? നീ എന്തു വേണേലും പറഞ്ഞു, പക്ഷേ രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നമുക്ക് ചേർന്ന് പറയാൻ കഴിയുമോ? രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. സാൽവേഷൻ കംസ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. വിടുതൽ വരുന്നത് കർത്താവിങ്കിൽ നിന്നാണ്. ഒരു ഉയർച്ച വരുന്നത് കർത്താവിങ്കിൽ നിന്നാണ്. നമുക്ക് എതിരായി വരുന്ന ശത്രുവിൻ്റെ പോരുകളെ, ഹല്ലേലൂയ, സ്തോത്രം, മാറ്റുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദാവീദിനോട് ചേർന്ന് പറയുവാൻ നമുക്ക് കഴിയും, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. നിന്റെ ജനത്തിൻ്റെ മേൽ നിന്റെ അനുഗ്രഹം വരുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തനിക്ക് പ്രതികൂലമായി തിന്ന, ഹല്ലേലൂയ, അബ്ശലോം മാറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. തനിക്കെതിരെ ആലോചന പറഞ്ഞ അഹിതോഫേൽ മാറിപ്പോയി. തന്നെ ശപിച്ച ശിമെയി മാറിപ്പോയി. ഹല്ലേലൂയ, അവരോടൊപ്പം ചേർന്ന, ഹല്ലേലൂയ, അനേക ജനങ്ങൾ പട്ടുപോയി. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ എങ്ങനെ ദുഃഖത്തോടെ കിദ്രോൻ തോട് കടന്ന്, ഹല്ലേലൂയ, കടന്നുപോയ ഇടയായി തീർന്നു, അതിനേക്കാൾ സന്തോഷത്തോടെ ദൈവം അവനെ കിദ്രോൻ തോട് കടത്തി തിരിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ദാവീദിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് കഴിവാൻ കഴിയും. ചിലപ്പോൾ താൽക്കാലികമായി, ചിലപ്പോൾ ചില പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയെന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ വരുത്തി വെച്ച ചില പ്രയാസങ്ങൾ കൂടെ ചിലപ്പോൾ അതിന് കാരണമായിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ പിന്നെയും നമുക്ക് അവസരങ്ങളെ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പിന്നെയും അവൻ വഴികളെ തുറക്കുന്ന ദൈവമാണ്. നാം പതറിപ്പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം നിരാശരായി തീരേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു നിമിഷം വരികയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുൻപിലെത്തിയപ്പോൾ ലോകം അവരെക്കുറിച്ച് വിധി എഴുതിയതാണ്. എന്താണ്? ഇനി അവർക്ക് രക്ഷയില്ല. കാരണം മുമ്പിൽ ചെങ്കടൽ, ഇരു സൈഡിലും വലിയ മലനിരകൾ, ഏകദേശം 25-30 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ. എങ്ങനെ ഓടിപ്പോകാനാണ്? സ്തോത്രം, സ്തോത്രം. വേണമെങ്കിൽ ചിലപ്പോൾ ആരോഗ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ മല വല്ലതും കയറിയോ. എന്നാലും ബഹുഭൂരിപക്ഷം വരുന്നവർ വീണ്ടും മിസ്രൈമിൻ്റെ അടിമത്തിൽ തന്നെ. അവർക്ക് ഒരു രക്ഷയുമില്ല. ദൈവം ദാവീദിനോട്, ദൈവം മോശയോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, മുമ്പോട്ട് പോകുവാൻ പറയുക. ജനം കടലാണല്ലോ അവിടെ എന്ന് വെച്ച് പകുതി വെച്ച് നിൽക്കുകയാണ്. സ്തോത്രം. അല്ല, അതിൻ്റെ മുൻപിലോട്ട് നടക്കുവാൻ പറയുക. സ്തോത്രം. മുൻപോട്ട് പോകുവാൻ പറയുക. ആ രാത്രി മുഴുവനും മോശ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. രാവിലെ ആയപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു രാത്രി കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. മോശയോട് പറയുകയാണ്, നിൻ്റെ വടി ആ ചെങ്കടലിന്മേൽ നീട്ടുക. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ ആ ചെങ്കടൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, തിരിക്കാം. അതിന് മോശയുടെ വടിയൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ, മോശയുടെ വടി അവിടെ നീട്ടേണ്ട കാര്യമൊന്നും അവിടെയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു തൻ്റെ ദാസനെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ഒരു തൻ്റെ ദാസനെ, മോശയെ താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ അവൻ അധികാരമുള്ളവനെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നുവെന്ന്
ഈ ജനത്തിന് ബോധ്യം വരുത്തേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം ആ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവനോട് പറയുകയാണ്, നിന്റെ വടി ഹല്ലേലൂയ ചെങ്കടലിന്മേൽ നീട്ടുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇത് മിസ്രയീമിൽ ബാധ വരുത്തുവാൻ മാത്രമുള്ളൊരു വടിയല്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, തൻ്റെ ജനത്തിനെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ കൂടെ നടത്തുവാൻ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വെള്ളം വരില്ല എന്ന് പറയുന്ന പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അതിശക്തമായി ഉപയോഗിക്കേണ്ട ഒരു വ്യക്തിയാണിതെന്ന് ഹല്ലേലൂയ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ അവൻ തെളിയിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ഉയർത്തുന്ന നാളുകൾ ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നിങ്ങൾ കരഞ്ഞ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തുന്ന ഒരവസരം കടന്നു വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ ദാവീദ് പറയുന്നത് പോലെ എൻ്റെ തല ഉയർത്തുന്നത് യഹോവയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയ്ക്കായി നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിൻ്റെ പോരുകളെ അഴിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിക്കാത്ത ഹല്ലേലൂയ പുതിയ ചില വഴികൾ കർത്താവ് തുറന്ന് ഹല്ലേലൂയ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങളെ ദൈവം കൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ മാനിക്കുന്ന നാളുകൾ കടന്നു വരികയാണ്. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിൽ ആശ്രയിക്കുന്നവർ ഹല്ലേലൂയ വീണു പോകും. എന്നാൽ യഹോവയെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ എല്ലാ വാക്യങ്ങളും വായിച്ച് തീർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സ്തോത്രം. എന്നാൽ കേട്ടത് ഹല്ലേലൂയ ശ്രദ്ധയോടെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം കർത്താവിനോട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ മനുഷ്യർ ഹല്ലേലൂയ രക്ഷയില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ആ ഭാരത്തെ ഇറക്കി വെച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവർ രക്ഷയില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, മറ്റുള്ളവർ ഹല്ലേലൂയ സ്തോത്രം ഇനി ഒരു വഴിയില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം 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 ദൈവം പോലും അവനെ കൈവിട്ടോ എന്ന് ഹല്ലേലൂയ മറ്റുള്ളവർ കളിയാക്കി ചോദിക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം ഏത് വിഷയങ്ങളായിക്കോട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദത്തിലേക്ക് നമുക്കത് സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ അവനത് നിറവേറ്റും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അവൻ നിന്റെ വഴി ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വെക്കുന്നു കർത്താവേ. ഒരു വിടുതൽ അവിടുന്ന് കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തുവാൻ പോകുന്നതിനാ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതിനാ സ്തോത്രം. ഹല്ലേലൂയ. രക്ഷ യഹോവയ്ക്കുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ അനുഗ്രഹം ഹല്ലേലൂയ സ്തോത്രം നിൻ്റെ മക്കളുടെ മേൽ കൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. യേശു നാമത്തിൽ ജയമെടുക്കുന്നു. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. You're my one defense, my righteousness. Oh God, how I need you. Where sin runs deep, your grace is more. Yes, hallelujah. Oh, grace is found is where you are, and where you are, Lord, I am free. Holiness is Christ in me. Hallelujah. Sing it together. Lord, I need